കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നും കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ഇന്ന് കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പതിവ് പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. അപ്പോൾ രാവിലെ കുറച്ച് തലേ ദിവസം വെച്ച നെയ്ച്ചോറിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ, ബിരിയാണി ചോറിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് ആവി കയറ്റാൻ വെച്ചു. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് എനിക്കും ഇക്കാക്കും കൂടി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയും ഉള്ളിക്കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് മതിയല്ലോ. അപ്പോൾ അത് വേഗം പരത്തിയെടുക്കണം. ഇത്ര സ്പീഡിലൊന്നും ഞാൻ പരത്തണില്ല കേട്ടോ, ഞാൻ സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ അതൊക്കെ അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ചുടുന്ന പരിപാടിക്കായി. ഇനി അതിൻ്റെ ഒപ്പം തന്നെ കറിയും വെക്കണം കേട്ടോ. അപ്പോൾ ചപ്പാത്തീൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരു ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ ഈ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ പരത്തുമ്പോഴും ചുടുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് വേറെ പണി ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതാണ് അതിൻ്റെ പണി എന്ന് പറയുന്നത്. വേറെ വല്ലതൊക്കെ ആണെങ്കിൽ നമുക്ക് അതടുപ്പത്ത് വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇക്കാക്ക് കുറച്ച് എണ്ണ തേച്ചിട്ടുള്ള ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഇക്കാക്ക് അങ്ങനെ ഒരു ചപ്പാത്തിയാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും എണ്ണയൊക്കെ ഒന്ന് തൂവിക്കൊടുത്ത് ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല ചപ്പാത്തിയായിരുന്നു കേട്ടോ. അതിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇത്തിരി കനത്തിലെടുക്കണം കേട്ടോ. ഒരുപാട് കനലാണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഒരു ജാതി നല്ലൊരു ബലം വരും. അപ്പോൾ ഇത്തിരി കനത്തിൽ നമ്മൾ ഇതാക്കുകയാണെങ്കിൽ എണ്ണ ഒഴിച്ച ചപ്പാത്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ചപ്പാത്തിയായിരുന്നു. പിന്നെ ഉള്ളിക്കറിയും. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ഉള്ളിക്കറിയായിരുന്നു. കുട്ടികൾക്ക് ബിരിയാണിൻ്റെ ചോറ് കേട്ടോ. പിന്നെ അവർക്ക് അത് മതിയാവും. അപ്പോൾ ഉള്ളിക്കറി കുക്കറിൽ ഇതേപോലെ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയും എല്ലാ പൊടികളും ഇട്ടിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ആ ചപ്പാത്തി റെഡിയായിട്ടുണ്ട്, കറി റെഡിയായിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇന്ന് നല്ല അടിപൊളി നാടൻ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരോ കൊടുത്താണ് ഇക്കാക്ക്. ഇവിടെയുള്ള ആരോ കൊടുത്താണ്, ആരാന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല മൂത്ത് പാകമായ നല്ല അടിപൊളി കുമ്പളങ്ങയായിരുന്നു. മുറിക്കാൻ കുറച്ചൊരു പണിയുണ്ടായിരുന്നു കേട്ടോ, മൂത്തതുകൊണ്ട്. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നാടനാകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഒന്നുകൂടി ടേസ്റ്റ് കൂടും. തൊലി കുറച്ചൊരു കനണ്ടായിരുന്നു കേട്ടോ മുറിക്കുമ്പോൾ. നമ്മൾ ഈ നെയ്ക്കുമ്പളങ്ങയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തോന്നി, അങ്ങനത്തെ ആ കുമ്പളങ്ങ പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഇന്ന് കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ അതേപോലെ പച്ചക്കറി വെച്ചിട്ടുള്ള സിമ്പിൾ കറികളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക. എപ്പോഴും മീനും ഇറച്ചിയായിട്ട് അങ്ങനെ കഴിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഡെയിലി മീനും ഇറച്ചിയൊന്നും പറ്റില്ല കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മീനും ചിക്കനൊക്കെ ആയിട്ട് ബീഫും അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് കഷ്ണമൊക്കെ വേവും കേട്ടോ, അതുകൊണ്ടാണ് കുക്കറിലിടുന്നത്. പിന്നെ തക്കാളിയും ഉള്ളിയും പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കറിൽ തന്നെ ഇട്ടിട്ട് വേവിക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള ഒരു നാടൻ കറി അത്രയേ ഉള്ളൂ. ചിക്കനും മീനൊക്കെ കഴിക്കുന്നവർക്ക് ഈ ഒരു കറി ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കറികളൊക്കെ കേട്ടോ. അങ്ങനെ പച്ചക്കറി ഇട്ട് മൂത്തത് കൊണ്ട് തന്നെ ഞാൻ 2 വിസിൽ കൊടുത്തു കേട്ടോ, മൂത്ത കുമ്പളങ്ങ ആയതുകൊണ്ട്. അപ്പോൾ അത് വിസിലൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് തേങ്ങ അരച്ചു. തേങ്ങ അരക്കണതിൽ ഒരു ചുവന്നുള്ളിയും കുറച്ച് ജീരകം ഇട്ടുണ്ടായിരുന്നു, ചെറിയ ജീരകം ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പച്ച ചോയ മാറിയിട്ട് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. തേങ്ങ അരച്ച് കൂട്ടണതിൻ്റെ ഒരു ചോയ മാറിയിട്ട് വേറൊരു ടേസ്റ്റാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് 2-3 തല തിളപ്പിക്കുക കേട്ടോ. ഒരുപാട് തിളച്ച് വറ്റിക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ കറിക്ക് വെള്ളം ഒഴിക്കുമ്പോഴും ഒരുപാട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ലൂസാക്കണ്ട. അപ്പോൾ കറി ഇതാ അവിടെ തിളച്ച് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് താളിപ്പ് റെഡിയാക്കാം. അപ്പോൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ താളിക്കുന്ന എണ്ണയിൽ തന്നെ ഞാൻ പപ്പടവും പൊരിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിനായിട്ട് വേറെ എണ്ണ എടുത്ത് ആ പാത്രം അവിടെ വെച്ച് അതിനെ മൂടി, പിന്നെ ഇതിന് വേറെ എണ്ണ എടുത്ത്, അങ്ങനെ 2-3 പാത്രമാവും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അധികവും ഇക്കാക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ പപ്പടം എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നെ പൊരിച്ചെടുക്കും. പിന്നെ നമ്മൾ കറി താളിക്കാനായിട്ട് കടുകൊക്കെ പൊട്ടിച്ചു, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടു, അത്ര തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മളെ നാടൻ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാടനല്ലാത്ത നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയാണ് മെയിൻ സാറേ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതേപോലെ. അപ്പോൾ കുമ്പളങ്ങ ആയിട്ടുള്ള നല്ല അടിപൊളി കറി, കുമ്പളങ്ങ ഉരുളക്കിഴങ്ങും കൂടി ആകുമ്പോൾ ഒരു രസം ഉണ്ടാവും കേട്ടോ. ഇന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിക്കാൻ ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കിയ ഒരു കറിയായിരിക്കും, ഇങ്ങനത്തെ കറികൾ ഇഷ്ടമുള്ള ഒരു കറിയായിരിക്കും. നല്ല രസമാണ് കേട്ടോ ഈ കറി.
പിന്നെ എന്താണ് അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ ഇറക്കി വെച്ച് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടം തണുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇക്ക കഴിക്കുക ഏത് നേരത്താന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അടച്ച് വെച്ചു കേട്ടോ പാത്രത്തിൽ. പിന്നെ ഒരിത്തിരി ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് ബീൻസും കുറച്ച് പയറും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി കടുകൊക്കെ പൊടിച്ചിട്ട് നമ്മൾ സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് വെളുത്തുള്ളി ഇട്ടില്ല. വെളുത്തുള്ളിക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ. അതുകൊണ്ട് വെളുത്തുള്ളി കഴിഞ്ഞിട്ടും വാങ്ങാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വേഗം പയറും ബീൻസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്, ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ്. അധികവും ഞങ്ങൾക്ക് ഇങ്ങനെ ഉപ്പേരികളൊക്കെ ആണെങ്കിലും മതി, കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി കറി വെക്കുന്നു മാത്രം. കുട്ടികൾക്ക് ഇപ്പോൾ കറിയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കറി എന്തായാലും വയ്ക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ചാറൊക്കെ ഒഴിച്ച് ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ടാണ് അവർ കഴിക്കുക. അപ്പോൾ അധികവും കരിച്ചതും പൊരിച്ചതൊന്നും വല്ലാണ്ട് കൊടുക്കണില്ല. എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ മീൻ വാങ്ങുമ്പോൾ പൊരിക്കും, ചിക്കൻ എടുക്കുമ്പോൾ പൊരിക്കും, അത്രയൊക്കെ തന്നെയുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് വെറും ഉരുളക്കിഴങ്ങ് പൊരിച്ചത് മാത്രം കേട്ടോ. എപ്പോഴും അവർക്ക് ചോറ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഉരുളക്കിഴങ്ങ് പൊരിക്കണം. അങ്ങനെ ഒരു ഇടങ്ങറലായിരുന്നു. ഇപ്പോൾ അതൊക്കെ ശരിയായി. ഇപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു പപ്പടമൊക്കെ പൊരിച്ച് കൊടുക്കും. പിന്നെ ഇടയ്ക്ക് മുട്ട പൊരിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ഉരുളക്കിഴങ്ങ് പരിപാടി നിർത്തി കേട്ടോ. അപ്പോൾ അധികവും അങ്ങനത്തെ സംഭവം നന്നല്ല കുട്ടികൾക്ക്. അതുകൊണ്ട് പിന്നെ ഞാൻ നിർത്തി ചെയ്തിട്ട് ആ ശീലം. അങ്ങനെ എല്ലാ നമ്മൾ അരിഞ്ഞ എല്ലാം ഇട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളമില്ലാതെ തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ വേവുന്നതിൻ്റെ ഇടയിൽ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് പിന്നെ നമുക്ക് അടി പിടിക്കണതില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് സിമ്മിലിട്ടുകൊണ്ട് നമ്മളെല്ലാവിടെയും അടിച്ചു വാരി ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം സിറ്റൗട്ട് എന്ന് പറയുന്നത് ഹാളും പിന്നെ റൂമൊക്കെ അടിച്ചു വാരി വേഗം തുടച്ചു കേട്ടോ. കുറച്ച് ലേസുകളൊക്കെ ഇട്ടിട്ട് ഒന്ന് തുടച്ചു. കുട്ടികൾ എന്തൊക്കെയോ കളഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വണ്ടറുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പാടുകൾ, അതൊക്കെ മാറ്റി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കുറച്ചൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.